ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയെ പ്രതിക്കൂട്ടിലാക്കി റിമാൻഡ് റിപ്പോർട്ട്. CCTV ദൃശ്യങ്ങളിൽ ലൈംഗികാതിക്രമം വ്യക്തമാക്കുന്ന ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസ്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയത് ദൃശ്യങ്ങൾ പ്രചരിച്ചതിൽ മനം നൊന്തെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതിനിടെ ബസ്സിൽ ലൈംഗികാതിക്രമം നേരിട്ടെന്ന് ചൂണ്ടിക്കാട്ടി ഷിംജിത നൽകിയ പരാതിയിൽ തൽക്കാലം കേസ് എടുക്കണ്ട എന്നാണ് പോലീസിന്റെ തീരുമാനം. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന പ്രതി ഷിംജിത മുസ്തഫയുടെ ആരോപണത്തെ തള്ളുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ബസ്സിൽ വെച്ച് അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7ഓളം വീഡിയോകളാണ് ഷിംജിത മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇവ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചതായും കണ്ടെത്തി. ദീപക്കും പ്രതിയും ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സ്വാഭാവികമായെന്ന് CCTV ദൃശ്യങ്ങളുടെ വ്യക്തമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇത് സ്ഥിരീകരിക്കുന്നതാണ് ബസ് ജീവനക്കാരുടെ മൊഴിയും. ദുരനുഭവം നേരിട്ടെന്ന് പറയുന്ന പ്രതി താമസിക്കുന്ന വടകരയിലോ സംഭവം നടന്നുവെന്ന് പറയുന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ പരാതി നൽകിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം അറസ്റ്റിന് പിന്നാലെ ലൈംഗികാതിക്രമം ചൂണ്ടിക്കാട്ടി ഷിംജിത നൽകിയ പരാതിയിൽ തൽക്കാലം കേസെടുക്കേണ്ട എന്നാണ് പോലീസ് തീരുമാനം. അറസ്റ്റ് ചെയ്ത ശേഷം പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഷിംജിത ഒപ്പിട്ട പരാതി സഹോദരൻ സിയാദ് ഇമെയിൽ മുഖേനയാണ് പോലീസിന് കൈമാറിയത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.